എല്ലാവർക്കും ടേസ്റ്റ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ബ്രെഡാണ്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് അല്പം സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആദ്യമായി വേണ്ടത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ പൊടി മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ വലിയൊരു കഷ്ണം ബട്ടർ എടുത്ത് ബീറ്റ് ചെയ്യണം. 4 ടീസ്പൂൺ ബട്ടർ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുള്ള മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് പഴമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായി പഴുത്തിട്ടുള്ള റോബസ്റ്റ് പഴമാണ്. വലിയ പഴമാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വേണം. ഇതൊന്ന് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടിയിലേക്കാണ്. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ മിക്സായി. കേക്ക് ബേക്ക് ചെയ്യേണ്ട ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സ് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായി ഓവൻ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം 60 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 360 ഡിഗ്രിയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഓരോ ഓവൻ അനുസരിച്ചിട്ടും സമയം കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബനാന ബ്രെഡ് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.